വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള റാലി പിന്നെ അത് പൊതുസമ്മേളനമായി മാറാൻ പോകുന്നു. ആശ്രാമ മൈതാനത്ത് സംഗമിച്ച് വലിയ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സംസാരിക്കാൻ പോകുന്നു. എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം ബാക്കി വെക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന രണ്ട് ദ്വയാക്ഷരി അല്ലെങ്കിൽ രണ്ട് വാക്കുകളുള്ള ഒരു പേര് തന്നെയാണ് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരിക്കൽ കൂടി പാർട്ടിയിൽ പൂർവാധികം സർവശക്തനാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി 95-ൽ പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഇങ്ങോട്ടേക്ക് പാർട്ടി കൈവെള്ളയിൽ തന്നെയാണ്. അതിൽ നിന്ന് ഒരു തരിമ്പും അല്പം പോലും അതിൻ്റെ പിടി അയഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പിടി കൂടുതൽ മുറുകുന്നു എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് പാർട്ടി എന്നാൽ പിണറായി വിജയൻ്റെ പിന്നിൽ പാർട്ടി അണിനിരക്കുന്നു എന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ കൊടിയിറക്കം. അവിടെ സംസ്ഥാന സമ്മേളനത്തിലുള്ള അല്ലെങ്കിൽ അവിടെ പൊതുസമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായിരിക്കുന്നു. വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, കൊല്ലത്തെ CPMന്റെ ശക്തിയെക്കുറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തിയെപ്പറ്റി ആർക്കും ഒരു തർക്കവുമില്ല, സംശയവുമില്ല. ആ ശക്തി വിളിച്ചോതുന്ന ഒരു ജാഥയ്ക്കും ഒരു പൊതുസമ്മേളനത്തിൽ തന്നെ ആവില്ലേ അല്പസമയത്തിനകം അവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? വിജയകുമാർ. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക്, തൊഴിലാളി വർഗ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടമുള്ള ഒരു മണ്ണാണ് കൊല്ലം. അതുകൊണ്ട് കൊല്ലത്തെ ആ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ അതിന്റെ മുഴുവൻ ആവേശവും പ്രകടമാകുന്ന ഒരു വലിയ പ്രകടനത്തിനാണ് നമ്മൾ ഏതാനും മണിക്കൂറിനുള്ളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ നിൽക്കുന്ന ആശ്രാമ മൈതാനവും ഇതിന്റെ പരിസര പ്രദേശങ്ങളും ഒരു ചെങ്കടലായി മാറാൻ ഇനിയും കുറച്ച് സമയം മാത്രമേ വേണ്ടി വരികയുള്ളൂ. പ്രധാനപ്പെട്ട റാലികൾ, അതായത് CPMന്റെ ഇവിടേക്ക് ഈ ആശ്രാമ മൈതാനിയിലേക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റെഡ് വോളണ്ടിയർമാരുടെ പരേഡും അതുപോലെ പാർട്ടി പ്രവർത്തകർ സ്വമേധയാ പങ്കെടുക്കുന്ന വലിയ റാലികളും ഒക്കെ ഇങ്ങനെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ എത്തിച്ചേർന്ന ഒരു മനുഷ്യ മഹാസമുദ്രമായി മാറും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതൊരു ചെങ്കടലായി, ഒരു ചെങ്കോട്ടയായി കൊല്ലം മാറുകയും ചെയ്യും. ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു, പുതിയ സെക്രട്ടേറിയറ്റ്, പുതിയ സംസ്ഥാന സമിതിയൊക്കെ രൂപീകരിച്ചിരിക്കുന്നു. പാർട്ടി അതിന്റെ നയം, വിവിധ വിഷയങ്ങളിൽ പാർട്ടി അതിന്റെ നയം ഔദ്യോഗികമായി അതിന്റെ പ്രതിനിധികളോട്, സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടി അംഗങ്ങളെയും പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത 400-ലധികം വരുന്ന പാർട്ടി പ്രതിനിധികളോട്, എന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ പാർട്ടിയെയും പ്രതിനിധീകരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനെ പ്രതിനിധീകരിക്കുന്ന മുഴുവൻ പാർട്ടി അംഗങ്ങളുമാണ് യഥാർത്ഥത്തിൽ ആ 400-ലധികം വരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത ആ പ്രതിനിധികൾ. അവർക്ക് മുൻപാകെ പാർട്ടി അതിന്റെ നയം, വിവിധ വിഷയങ്ങളിലെ നയം വ്യക്തമാക്കിയിരിക്കുന്നു. കേരളം എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നതടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ നയം അവതരിപ്പിച്ചിരിക്കുന്നു. അതിന്മേൽ 1.5 ദിവസം നീണ്ട വിശദമായ ആ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ആശയവ്യക്തത വരുത്തിയുള്ള അദ്ദേഹത്തിന്റെ ദൈർഘ്യമുണ്ട പ്രസംഗവും നടന്നിരിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നിലപാടുകൾ ഈ മാറിയ സാഹചര്യങ്ങളിൽ, മാറിയ കാലത്തിനനുസരിച്ച് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന വഴി, ഇതിലൂടെയാണ് അല്പസമയത്തിനകം CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കടന്നു വരുന്ന. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയുടെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു റെഡ് വോളണ്ടിയർ മാർച്ചിനൊപ്പം ഇവിടേക്ക് തുറന്ന ജീപ്പിൽ കടന്നു വരും. ഈ വഴിയിലൂടെ കടന്നു വരും. ഇവിടെയുള്ള പ്രവർത്തകരെ, റെഡ് വോളണ്ടിയേഴ്സിനെ അഭിവാദ്യം ചെയ്യുന്നതാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് യഥാർത്ഥത്തിൽ ആ സമ്മേളന വേദിയിലെ കവാടമാണ്. ആ കവാടം കടന്ന് 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ, അവർ ഏതാണ്ട് ഇന്നലെയോടുകൂടിയൊക്കെ ഇവിടേക്ക് എത്തിയതാണ്. അവരിങ്ങനെ കടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്താണ് നമ്മൾ ആശ്രാമത്തേക്ക് എത്തിയത്. ഈ ആശ്രാമത്തേക്ക് വരുമ്പോൾ ഈ വരുന്ന വഴിയിലാകെ CPMന്റെ പ്രവർത്തകർ, പാർട്ടി അനുഭാവികൾ, പാർട്ടി ബന്ധുക്കൾ ഇങ്ങനെ ആശ്രമത്തേക്ക് വരാൻ കാത്തു നിൽക്കുന്നതാണ് നമ്മൾ ഈ വഴിയോരങ്ങളിൽ കണ്ടത്. അങ്ങനെ 10,000-കണക്കിന് പ്രവർത്തകരുടെ ഇടയിലൂടെയായിരുന്നു നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ആ പ്രവർത്തകർ മുഴുവൻ അല്പസമയത്തിനകം ഇവിടേക്ക് ഈ ആശ്രമ മൈതാനിയിലേക്ക് വരും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രകാശ് കാരാട്ട്, കേന്ദ്ര കമ്മിറ്റിയുടെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPMനെ സംബന്ധിച്ച് അതിന്റെ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായി കൊല്ലം മാറുകയാണ്. അത് വിവിധ വിഷയങ്ങളിൽ കൈക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ, അത് പാർട്ടി കേരളത്തിലെ പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഇനി അവരോട് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി പാർട്ടി അനുഭാവികൾ, പാർട്ടി ബന്ധുക്കളായി നിൽക്കുന്ന 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളോട് അതിനെപ്പറ്റി പറയാൻ പോവുകയാണ്. എവിടുന്ന് വരുന്നത്? കൊല്ലത്ത്, മലപ്പുറത്തു. രാവിലെ എത്തി അല്ലേ? അപ്പൊ ഇനിയിപ്പോ പൊതുസമ്മേളനവും എവിടെയാണ്? അങ്ങനെ വിവിധ ഭാഗം എവിടുന്നായിട്ടാ വരുന്നത്? കോഴിക്കോട് അല്ലേ?
ഇരട്ടി. അപ്പോ അതാ ഹാഷ്മി, നമ്മൾ കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന്, വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ, എറണാകുളത്ത്, കൊച്ചിയിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് വടശ്ശേരിക്കര, പത്തനംതിട്ട, അല്ലെ, തിരുവല്ല, വടശ്ശേരിക്കര, തിരുവല്ല, പത്തനംതിട്ട, കോട്ടയം, അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള CPM-ന്റെ പ്രവർത്തകരെ കൊണ്ട്, തലശ്ശേരി, അപ്പോ എല്ലാ ജില്ലയിൽ നിന്നുമുള്ള പ്രവർത്തകരെ കൊണ്ട് ആശ്രമ മൈതാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 40 ഡിഗ്രി ചൂട് ഉണ്ട്. കാരണം നമുക്ക് 40-ലധികം തോന്നും. എറണാകുളത്തെ പോലെ ഒന്നുമല്ല, നല്ല ചൂടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രവർത്തകർ ഇപ്പൊ ഇങ്ങനെ ഈ കവാടത്തിലൊക്കെ കാത്തു നിൽക്കുകയാണ്. തന്നെയുമല്ല, ഈ വഴിയിലൂടെയാണ് CPM-ന്റെ പ്രധാനപ്പെട്ട, അതെ, തലശ്ശേരി പോലെ വലിയ രാഷ്ട്രീയ, ഇടത് രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടമുള്ള മേഖലകളിൽ നിന്നൊക്കെ വരികയാണ്. അപ്പൊ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ, കുട്ടനാട്, ആലപ്പുഴയിൽ നിന്ന്, ഞങ്ങൾ ആലപ്പുഴ കുട്ടനാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വെയിലും മഴയൊന്നും പ്രശ്നമല്ല. അതാണ് ഈ വെയിലത്തും ഇത്ര ജനം വന്നിങ്ങനെ തിങ്ങിക്കൂടിയത്. ആ വെയിലത്താണ് പൊരും വെയിലായിരുന്നു. എന്നാലും വേർത്ത് കുളിച്ചാണെങ്കിൽ ഞങ്ങൾ മലപ്പുറം വാഴയൂരിൽ വരുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി. ഈ പ്രസ്ഥാനം ഈ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യമാണ് ഞങ്ങളെ ഈ സമ്മേളനത്തിലേക്ക് ആവേശപൂർവ്വം വരാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. അടുത്തതും ഒരു LDF സർക്കാരാണ് എന്ന ചർച്ചയാണല്ലോ നടക്കുന്നത്. പിണറായി നേരത്തെ വയ്ക്കും. LDF സർക്കാർ ഇനിയും വരും. അതാണ്. അപ്പോ വലിയ ആവേശത്തോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള CPM പ്രവർത്തകരെ കൊണ്ട് ആശ്രമ മൈതാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ ആശ്രമത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും നൂറുകണക്കിന് പ്രവർത്തകർ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. ആശ്രമ മൈതാനം നിറഞ്ഞു കവിയാൻ പോകുന്നു. ഒരു ചെങ്കടലാകാൻ പോകുന്നു. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥകളെ മറികടന്നുകൊണ്ട് അല്പസമയത്തിനകം ചുവപ്പ് സേനാ മാർച്ച് അവിടെ തുടങ്ങാൻ പോകുന്നു.